ഒരു തിരുവചനത്തിലുണ്ട്, മൻ വുഖിയ ശർറ ഖബ്ഖബിഹി വദബ്ദബിഹി വലഖ്ലഖിഹി വുഖിയ ശർറ കുല്ല. മൻ വുഖിയ, വല്ലവനെയും കാക്കപ്പെട്ടാൽ, നല്ല കാവലുണ്ട്. എന്തിന്? ഷർറ ഖബ്ഖബിഹി, ഖബ്ഖബിൻ്റെ ഷെറിനെ തൊട്ട് ഒരാളെ കാക്കപ്പെടും. ഖബ്ഖബ് പറഞ്ഞ പള്ള. അപ്പം പള്ളയുടെ ഒരു ഷെറും അവനില്ല. പിന്നെ വദബ്ദബിഹി, ദബ്ദബിൻ്റെ ഷെറിനെ തൊട്ടും. ദബ്ദബ് പറഞ്ഞ ഫർജ്, ഗുഹ്യ ഭാഗം. അതിനെ തൊട്ടും ഒരാൾക്ക് കാവൽ നൽകപ്പെട്ടാൽ, ഒരാളെ കാക്കപ്പെട്ടാൽ, വലഖ്ലഖിഹി, ലഖ്ലഖിൻ്റെ ഷെറിനത്തും. ലഖ്ലഖ് പറഞ്ഞാൽ അല്ലിസാൻ, നാക്ക്. ആ പള്ള, ഗുഹ്യ ഭാഗം, നാക്ക്, ഇതിന് നല്ല സംരക്ഷണം ഒരാൾക്ക് ലഭിക്കപ്പെട്ടാൽ, കാവൽ ഒരാൾക്ക് നൽകപ്പെട്ടാൽ, അവൻ രക്ഷപ്പെട്ടവൻ, അവൻ രക്ഷപ്പെട്ടു. വുഖിയ ശർറ കുല്ല, അവന് എല്ലാ ഷെറിനെ തൊട്ടും അവനെ കാത്തു, അവനെ കാക്കപ്പെട്ടു. കാരണം ഈ 3 അവയവങ്ങളെ കൊണ്ടാണല്ലോ ഘാരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അള്ളാഹു നമ്മുടെ ഈ അവയവങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കട്ടെ.